താരാകല്യാൺ സ്കൂൾ ഓഫ് ഡാൻസ് സൗഭാഗ്യം താരാകല്യാണം കൂടി പണിതുയർത്തിയ ആ ഒരു വലിയ സൗഭാഗ്യം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ താരാകല്യാണിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇപ്പോൾ സൗഭാഗ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ദൈവികമായ ഒരു വലിയ സംഭവം. ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് അമ്മുമ്മയുടെ സ്വപ്നമാണ് എന്നും അമ്മുമ്മയിൽ നിന്ന് അമ്മയിലേക്കും അമ്മയിൽ നിന്ന് താനും അത് ഏറ്റെടുക്കുകയാണ് എന്ന് സൗഭാഗ്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സൗഭാഗ്യ വാങ്ങുന്നത് വെറും തുച്ഛമായ ഫീസാണ് എന്ന് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിയത്. ഇന്ന് നൃത്തം പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ വരെ ചിലവാകുന്നത് കാലമാണ്. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനൊരു സാഹചര്യം തന്നെ നിൽക്കുമ്പോഴും സൗഭാഗ്യ വാങ്ങുന്നത് വെറും തുച്ഛമായ ഫീസാണെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി. തിരുവനന്തപുരത്തെ ഫേമസ് ഡാൻസ് അക്കാഡമികളിൽ ഒന്ന് തന്നെയാണ് താരാകല്യാൺ സ്കൂൾ ഓഫ് ഡാൻസ്. അതുകൊണ്ട് തന്നെ അത്രയും അധികം കുട്ടികൾ അവിടേക്ക് എല്ലാ മാസവും അതുപോലെ എല്ലാ വർഷവും എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഫീസ് കൂടേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അമ്മുമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്ന ഫീസ് പോലെയാണ് വാങ്ങുന്നതെന്നും അതുകൊണ്ട് അതിനപ്പുറം താൻ വാങ്ങാൻ ആലോചിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. തൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരെയൊക്കെ മോശമാക്കി ചിത്രീകരിക്കാനോ അവർക്കൊന്നും നാളെ ഡാൻസ് പഠിക്കാതിരിക്കേണ്ടി വരുന്നതോ അവസ്ഥ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഫീസ് വാങ്ങാത്തതെന്ന് സൗഭാഗ്യ പറയുന്നു. സൗഭാഗ്യ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ പറയുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. താൻ അധികമായി ഫീസ് വാങ്ങുന്നില്ല എന്ന് സൗഭാഗ്യ പറയുന്നത് കാലം തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു. ആരാധകരും ഇപ്പോൾ സൗഭാഗ്യയുടെ വാക്ക് അംഗീകരിക്കുന്നുണ്ട്. സൗഭാഗ്യയുടെ ഡാൻസ് സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികളും ഇത് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാം. അവിടെ വളരെ തുച്ഛമായ ഫീസാണ് വാങ്ങുന്നതെന്നും മറ്റുള്ള ഡാൻസ് സ്കൂൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇത്രയും അധികം സെലിബ്രിറ്റി ഡാൻസ് സ്കൂളുകൾ ഉണ്ടായിട്ടും അവരിൽ നിന്നൊക്കെ തന്നെ തുച്ഛമായ ഫീസ് വാങ്ങുകയും കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായി പ്രോഗ്രാമുകൾ നൽകുകയും ചെയ്യുകയാണ് സൗഭാഗ്യയ്ക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല എന്ന് പറയണം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവ് കാണിക്കാനും പറ്റുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. കുട്ടികൾ നോക്കുമ്പോൾ അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമായി തോന്നുന്നുവെന്ന് കുട്ടികൾ തന്നെ അഭിപ്രായം പറയാറുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട്. ഇപ്പോൾ നിരവധി പേരാണ് സൗഭാഗ്യ ഡാൻസ് സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകമായി കുട്ടികളെ അവർ പരിപാലിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. താരാകല്യാണം കുട്ടികളെ അങ്ങനെ തന്നെയാണ് നോക്കുന്നതെന്നാണ് അച്ഛനും അമ്മമാർക്കും പറയാനുള്ളത്. എല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. താരാകല്യാൺ പ്രത്യേകമായി കുട്ടികളെ നോക്കുന്ന ഒരു രീതിയുണ്ട്. കുട്ടികളുടെ കാലിബർ അനുസരിച്ച് അവരെ പഠിപ്പിച്ചെടുക്കും. ഒരുപാട് നാൾ മാത്രം കുട്ടികളെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാതിരിക്കില്ല. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ ഇപ്പോൾ താരാകല്യാണിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.